സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി റിലേറ്റഡ് തോട്ട്സ് ആവും ചിലപ്പോൾ സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. എന്ത് തോട്ട്സ് ആണ് റിലേറ്റ് ചെയ്ത് വരുന്നത് മനസ്സിലായാൽ കുറച്ച് ബെറ്റർ ആയിട്ട് അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് മനസ്സിലാവും. അപ്പം സ്ലീപ്പിൻ്റെ ഒരു ഇഷ്യൂ ആണ് പറയുന്നത്. ഈ അയച്ച ആ ഒരു സ്ത്രീ ഒരു വോയിസും കൂടെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സ്ലീപ്പ് ഇഷ്യൂസ് ആണ്, എനിക്ക് എന്തെങ്കിലും ഒരു ടെക്നിക്ക് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു വളരെ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി ആയതുകൊണ്ട് അത് ഇവിടെ കേൾപ്പിച്ചില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അത് റിലേറ്റ് അവർ തന്നെ അയച്ചതാണോ അതോ അതുപോലത്തെ വേറെ ക്വസ്റ്റ്യൻ ആണോ എന്ന് എനിക്കറിയില്ല. എനിവേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻസും ഒരുമിച്ച് നമുക്ക് റിപ്ലൈ കൊടുക്കാം. അതായത് സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷേ അത് എന്തിനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എനിക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലായ എന്താ വെച്ചാല് ആളുടെ തോട്ട്സ് കൊണ്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്ക് നമ്പർ ഓഫ് തോട്ട്സ് കൂടുമ്പോൾ നമ്മുടെ അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, സ്ലീപ്പ് കാര്യങ്ങളൊക്കെ ഡിസ്റ്റർബ്ഡ് ആവും. അതേപോലെ തന്നെ ആ തോട്ട്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ആൾക്കത് കുറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മേ ബി ഒരുപാട് നമ്പർ ഓഫ് തോട്ട്സ് കൂടുതലായിട്ട് വരുന്നതുകൊണ്ടായിരിക്കാം. അപ്പം അതിൽ അലേർട്ട് ആവുന്ന സമയത്താണ് ആൾക്ക് സ്ലീപ്പ് കിട്ടുന്നത് എന്നുള്ള രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഉറക്കം ഇല്ലെങ്കിൽ ഭയങ്കര ഒരു പ്രശ്നമാണ്. ഈ ഉറങ്ങാതിരുന്നതിൻ്റെ പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഒരാളുണ്ടായിരുന്നു, ഉറങ്ങാത്ത മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ആരാന്നറിയില്ല. എന്നാലും ഉറക്കം എന്ന് പറയുന്നത് മനുഷ്യന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കുറച്ച് ഉറക്കം അടിപൊളിയാവാൻ പറ്റിയ കുറച്ച് ടിപ്സ് പറഞ്ഞാൽ. അത് നമ്മളിപ്പോൾ കുറേ കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ മൊബൈൽ ഫോൺ ലാപ്പ് തുടങ്ങിയ ഗാഡ്ജറ്റ്സ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. നമ്മളതുപോലെ അതിന് നമ്മൾ പറയുന്ന ഒരു ടേമാണ് സ്ലീപ്പ് ഹൈജീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഉറങ്ങാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബെഡ്റൂം നമ്മൾ ആ ഒരു പേർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാം. അല്ലാതെ നമ്മൾ പകൽ മുഴുവൻ നമ്മൾ എവിടെയൊക്കെ ഓടി തളർന്ന് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെ ചാറ്റ് ചെയ്ത് പോയിട്ടുണ്ടോ അതിൻ്റെ എല്ലാ സാധനങ്ങളും ആ ബെഡ്റൂമിൽ കൊണ്ടുവന്നിട്ട് എന്താ പറയുക ഓൺ ചെയ്യാന്നുള്ളതല്ല. നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ആ ഒരു ബെഡ്റൂം അതിനായിട്ട് മാത്രം മാറ്റി വെക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഉറങ്ങുന്നതിന് കുറച്ച് മുമ്പേ ആയിട്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ഗാഡ്ജറ്റ് സാധനങ്ങളൊക്കെ മാറ്റി വെക്കാം. പിന്നെ മെയിനായിട്ട് വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ഹെൽത്തി ആയിട്ട് നമ്മൾ കുറച്ചൊന്ന് ഫ്രഷ് ആയിങ്ങോട്ട്, ഐ മീൻസ് ഒന്ന് ബാത്തിങ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് കിടക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി പ്യുവർ മൈൻഡോട് കൂടി വരാൻ വേണ്ടി ട്രൈ ചെയ്യാം. പിന്നെ ഓൾറെഡി ഇതിൽ പറഞ്ഞിട്ടുണ്ട് സ്ട്രെസ് ഉണ്ടായതുകൊണ്ടും എനിക്ക് ഉറക്കിൻ്റെ ഇഷ്യൂ എന്ന് വരുന്നത്. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് അയാളുടെ ലൈഫിൽ ഏതൊരു കാര്യം ചെയ്യാൻ അയാൾക്ക് ഒരു അത്യാവശ്യം സ്ട്രെസ് വേണം. അതിന് നമ്മൾ പറയുന്ന പേരാണ് യൂസ്ട്രെസ് എന്ന് പറയുന്നത്. പക്ഷെ ഇൻ ദ കേസ് ഓഫ് ഈ സ്ട്രെസ് തന്നെ ഒരു ഡിസ്ട്രെസ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് ഇയാളുടെ ഈ ഒരു എത്ര ആൾ ആഗ്രഹിച്ചാൽ പോലും അയാളുടെ ഈ ഒരു ബോഡി മൈൻഡ് കണക്ഷനിലൂടെ ഈ ഒരു സ്ട്രെസ് എന്താക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലീപ്പിനെ വരെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഉണ്ടാകും. അതായത് സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഒരു കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ക്രിയേറ്റ് ചെയ്യും. ഈ കോർട്ടിസോൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡീനെ അത്രയും വീക്ക് ആക്കല്, നമ്മൾ അത്രയും ഒരു ഇൽനെസ് കണ്ടീഷനിലേക്കാണ് കൊണ്ടുവന്നത്. അപ്പം മെയിനായിട്ട് നമുക്കൊരു പ്രോപ്പറായിട്ട് ഈ ലേഡിക്ക് ഒരു സ്ലീപ്പ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആളുടെ ആ സ്ട്രെസ്സിൻ്റെ കണ്ടന്റ് എന്താണ്, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ആ തോട്ട് എന്താണ്, അല്ലെങ്കിൽ ആങ്സൈറ്റി കണ്ടന്റ് എന്താണെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് വേണം അതിലേക്ക് എത്താൻ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് സ്ലീപ്പ്. നമുക്ക് കുറച്ചും കൂടെ സ്ലീപ്പ് ഹൈജീൻ അല്ലേ, അതിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാം. നമ്മളിപ്പം ഈ സ്ട്രെസ് മാനേജ്മെന്റിന് നമുക്ക് റിലാക്സേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാം. അതായത് ചില സ്ട്രെസ്സിന് കാരണങ്ങൾ ഉണ്ടാവും. ചിലതെന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഡെയിലി ലൈഫിന്റെ സ്ട്രെസ്സുകൾ മാനേജ് ചെയ്യാൻ നമുക്ക് റിലാക്സേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഭക്ഷണം കഴിക്കുന്നത് ഒക്കെ കുറച്ച് നേരത്തെ ഇതാക്കാം. പിന്നെ കഫീൻ പോലുള്ള സാധനങ്ങളൊക്കെ ആ ഒരു സ്ലീപ്പിന്റെ ഒരു കുറച്ച് മുമ്പ് തന്നെ കഴിക്കുന്നത്. അതായത് നമ്മൾ കഫീൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓണായിട്ട് നിൽക്കുകയാണ് ചെയ്യുക. അപ്പം അത് കുടിക്കുന്നത് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ മാം പറഞ്ഞ പോലെ സ്ക്രീൻ ടൈം എന്ന് വെച്ചാൽ അതായത് നമ്മൾ ആ ഒരു സ്ക്രീനിന്റെ ലൈറ്റിങ്, നമ്മളിപ്പോൾ ഇരുട്ടത്തൊക്കെ ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് തീരെ ഉറങ്ങാൻ പറ്റില്ല. അതൊരു കുറച്ച് മുമ്പേ ഒരു 1 hour മുമ്പേ ഒക്കെ അത് അവിടെ ഡിവൈസ് വെച്ചതിന് ശേഷം കിടക്കുക. പിന്നെ മാം പറഞ്ഞതിൽ കുറച്ചുകൂടെ ആഡ് ഓൺ ചെയ്യാണ്. അതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ കിടക്കുന്ന ബെഡ് നമ്മളിപ്പം പലരും ഉണ്ട് ചാറ്റ് ചെയ്യാനും എല്ലാ ബെഡിൽ തന്നെ കിടന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറക്കം വരാനുള്ള ചാൻസസ് കുറയുന്നുണ്ട്. ഓക്കെ സാർ, ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ പകല് നല്ലപോലെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കഴിഞ്ഞാൽ രാത്രി നല്ലോണം ഉറങ്ങാൻ പറ്റും? അതായത് മേലാണെങ്കിൽ പണിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുമ്പോൾ നമ്മുടെ ബോഡി ടയേർഡ് ആവും. അപ്പൊ ബോഡി ടയേർഡ് ആകുമ്പോൾ സ്ലീപ്പ് പെട്ടെന്ന് കിട്ടും. ഓക്കെ ഓക്കെ, വേറൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. മാഡം, ഐ ഗോട്ട് സെപ്പറേറ്റഡ് ഫ്രം NPD husband 16 years ago. Now my 17 years old daughter is also exhibiting NPD traits. Kindly advise. അതായത് NPD എന്ന് പറഞ്ഞാൽ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഓക്കെ,
അപ്പം അങ്ങനെ രോഗബാധിതനായ ഒരു ഹസ്ബൻഡിൽ നിന്ന് വൈഫ് എന്ത് ചെയ്തു, സെപ്പറേറ്റഡ് ആയി 16 വർഷം മുന്നേ. പക്ഷെ ഇപ്പോൾ 17 വയസ്സായ മകൾക്ക് എന്തുണ്ട്, ഇതിന്റെ ഇങ്ങനത്തെ സിംറ്റംസ് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് അഡ്വൈസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ട്രെയ്റ്റ്സ് മാത്രമാണെങ്കിൽ, അതായത് ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ട്രെയ്റ്റ്സ് മാത്രമാണെങ്കിൽ അത് മാനേജബിൾ ആയിട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ പാരന്റിങ്. ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ക്യാരക്ടർ, അതായത് അതിന് കുറച്ച്, അതായത് ഇപ്പൊ നമ്മൾ പറയില്ല ഓരോ രോഗത്തിനും ഓരോരോ ട്രെയ്റ്റ്സ് ഉണ്ട്, അതായത് ഓരോരോ പേഴ്സണാലിറ്റിയിലെ ഓരോ ട്രെയ്റ്റ്സുകൾ ഉണ്ട്. നമുക്ക് ഓരോ എല്ലാവർക്കും ഉണ്ടാവും, എല്ലാ ട്രെയ്റ്റ്സുകളും നമുക്ക് ഉണ്ടാവും. നാർസിസ്റ്റിക്കിന്റെ ട്രെയ്റ്റ്സ് എനിക്കുണ്ടാകും, അല്ലിഡൊക്കെ ഉണ്ടാവും, സാറിനുണ്ടാവും. ഒരു BPD അതായത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്, ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, അവോയ്ഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇതെല്ലാവർക്കും ഈ ട്രൈറ്റ്സ് ഉണ്ടാവും. നമുക്ക് ആ ട്രൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വേൾഡിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് ഞാനെന്ന് പറയുന്ന ഒരു ഭാവം കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികളിൽ കാണുന്ന ഒരു കണ്ടീഷൻ. പക്ഷെ ഇതേ ട്രൈറ്റ്സ് തന്നെ കുറച്ചും കൂടി ഡിസോർഡർ ആയി മാറുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാകില്ല. അതായത് ഈഗോ സിൻഡ്രോണിക് ആയിരിക്കും. അയാൾക്ക് യാതൊരു രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകാതെ അയാൾ ചുറ്റും കൂടെ നിൽക്കുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള ഈ ബുദ്ധിമുട്ടിൽ, ഞാൻ എന്ന് പറയുന്ന ഈഗോ, എനിക്ക് എല്ലാ സ്ഥലത്തും ഒരു സെൽഫ് പ്രിവിലേജ് കിട്ടണം, ഞാനാണ് ഇമ്പോർട്ടൻ്റ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ശരിയായിരിക്കണം എന്നുള്ള രീതിയിൽ മറ്റുള്ളവരൊക്കെ അയാൾ ആ രീതിയിലേക്ക് മാറ്റിപ്പെടുമ്പോഴാണ് അതൊരു ഡിസോർഡർ ആയിട്ട് കണക്കാക്കുന്നത്. ഇതെല്ലാ പേഴ്സണാലിറ്റിയിലും ഈ ട്രെയ്റ്റ്സ് ഉണ്ടാകും. പക്ഷേ ഈ ട്രെയ്റ്റ്സ് ഇതൊരു സോഷ്യോ അല്ലെങ്കിൽ ഒക്യുപേഷണൽ ഏരിയയിലൊക്കെ ഇമ്പയർമെന്റ് ഉണ്ടാകുമ്പോഴാണ് അതൊരു ഡിസോർഡർ ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനില് അവര് ഇത്ര 17 വർഷമായി അല്ലേ? 16 വർഷം മുന്നാണ് സെപ്പറേറ്റ് ചെയ്തത്. 17 വയസ്സുള്ള മകൾക്കാണ് ഇപ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളുകൾക്ക് ജനറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി നർച്ചറിങ് ഒക്കെ ചെയ്ത് ആ കുട്ടീനെ കുറച്ചും കൂടി ഒന്നും കൂടി നല്ല രീതിയിലോട്ടൊക്കെ വളർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഇയാളെ കുട്ടി ഇങ്ങനെ ആകുമ്പോൾ ഏകദേശം ഈ സ്വഭാവം ഉണ്ടാവും നമുക്കറിയാം. പക്ഷെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ നമുക്ക് ആദ്യം ഇതിനെക്കുറിച്ച് ഒരു ഇൻസൈറ്റ് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ആ കുട്ടീനെ ഹാൻഡിൽ ചെയ്ത് ഒരു പ്രോപ്പറായിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറിനെ ട്രീറ്റ് ചെയ്യുന്ന തെറാപ്പി കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.